السلام عليكم ورحمة الله تعالى وبركاته. الدرس الرابع. مولانا أبو الكلام آزاد. ഇദ്ദേഹമാണ് മൗലാന അബുൽ കലാം ആസാദ്. മുഹ്യിദ്ദീൻ അഹ്മദ് ബിൻ ഖൈറുദ്ദീൻ അൽ മഷ്ഹൂറു ബിലഖബി അബുൽ കലാം ആസാദ്. ഫഹ്മുൻ നസ്സിനെ നമുക്ക് മനസ്സിലാക്കാം. كان مولانا أبو الكلام آزاد عالما ماهرا. അബുൽ കലാം ആസാദ് ആരായിരുന്നു? നിപുണനായ പണ്ഡിതനായിരുന്നു, പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. വമുസ്ലിഹൻ മഷ്ഹൂറൻ, പ്രസിദ്ധനായ പരിഷ്കർത്താവായിരുന്നു. ആര്? അബുൽ കലാം ആസാദ്. വഖതീബൻ മിസ്ഖഅൻ, ഖതീബ് എന്ന് പറഞ്ഞാൽ പ്രാസംഗികൻ, മിസ്ഖഅൻ എന്ന് പറഞ്ഞാൽ വാചാലനായ, സാഹിതീയമായ വാക്കുകൾ, വാക്യങ്ങൾ, പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന വ്യക്തിയാണ് ഖതീബൻ മിസ്ഖഅൻ എന്ന് പറയുക. വസഈമൻ സിയാസിയൻ കബീറൻ, വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു അബുൽ കലാം ആസാദ്. ഉലിദ, അദ്ദേഹം ജനിച്ചു. ഫി മക്കത്തൽ മുക്കറമ, അദ്ദേഹം ജനിച്ചത് മക്കയിലായിരുന്നു. സന അൽഫ് വസലാസിമഅത്തിൻ വസിത്തിൻ ഹിജ്രിയതൻ, അദ്ദേഹം ഹിജ്റ വർഷം 1306 ജനിച്ചത്. അൽ മുവാഫിഖു സന അൽഫ് വസമാനിമഅത്തിൻ വസമാനിൻ വസമാനീന മീലാദിയതൻ. മുവാഫിഖ്, ഇപ്പം നമ്മൾ പറഞ്ഞു 1307 ഹിജ്റ വർഷമാണ് അദ്ദേഹം ജനിച്ചത്. അതിനോട് യോജിച്ചത് 1888 മീലാദ്. മീലാദ് എന്ന് പറഞ്ഞാൽ ക്രിസ്താബ്ദം എന്നൊക്കെ പറയാവുന്നതാണ്. അൽ മുഫ്രദാത്തു, മുഫ്രദാത്ത് പറഞ്ഞാൽ നമ്മൾ ഇനി ഏക വചനങ്ങളെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച ചാപ്റ്ററിലെ ഏകവചന പദങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. മാഹിർ എന്ന പദമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അത് ഇസ്മാണ്, എന്ന് വെച്ചാൽ നൗണാണ്. മാഹിർ നിപുണൻ, പ്രഗൽഭൻ എന്നൊക്കെ പറയുന്നത് പോലെ ജംഅ് അതിൻ്റെ പ്ലൂരൽ വചനം മാഹിറൂൻ എന്ന് വെച്ചാൽ നിപുണന്മാർ അല്ലെങ്കിൽ പ്രഗൽഭന്മാർ എന്നൊക്കെ പറയാവുന്നതാണ്. മഹറ എന്നും അതിന് പ്ലൂരൽ വചനമുണ്ട്. ഇനി അൽ മുഅന്നസ് പറഞ്ഞാൽ ഫെമിനിൻ എന്ന് വെച്ചാൽ സ്ത്രീലിംഗം. മാഹിറ എന്ന് പറഞ്ഞാൽ നിപുണ അല്ലെങ്കിൽ പ്രഗൽഭ എന്നൊക്കെ പറയുന്ന പ്രയോഗം. ജംഅ് ഈ നിപുണ എന്ന് പറഞ്ഞാൽ ഫെമിനിൻ എന്ന് വെച്ചാൽ സ്ത്രീലിംഗ വാക്കിൻ്റെ പ്ലൂരൽ. മാഹിറാത്ത് മൊഹറ, മാഹിറാത്ത് എന്ന് പറഞ്ഞാൽ നിപുണകൾ അല്ലെങ്കിൽ പ്രഗൽഭ സ്ത്രീകൾ. ഇവിടെ മാഹിർ എന്ന പദം ഇസ്മ ഫായിലാണ്. മിൻ മഹറ, നിപുണനായി അല്ലെങ്കിൽ നിപുണനായി എന്ന് പറയുന്ന പ്രഗൽഭനായി എന്ന് പറയുന്ന ക്രിയയുടെ ഇസ്മ ഫായിലാണ് മാഹിർ. ആ ക്രിയ ചെയ്താൾ എന്ന് വെച്ചാൽ നിപുണൻ. മഅനാഹു ഹാദിഖുൻ സ്വറ ഹാദിഖൻ, അതിൻ്റെ അർത്ഥം ഹാദിഖുൻ എന്നാണ്. ഹാദിഖുൻ എന്നാൽ പ്രഗൽഭൻ. അതിൻ്റെ ഒരു ഉദാഹരണം ആമിലുൻ മാഹിറുൻ എന്ന് പറഞ്ഞാൽ